കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുണ്ടറ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് സിയാദിനെ മർദ്ദിച്ചതായും സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയതായുമായാണ് കുടുംബം ആരോപിക്കുന്നത്. ജൂൺ 16 രാത്രിയാണ് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നിന്നും സിയാദിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേര് മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ. തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് വാർത്തയുടെ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും മനോജാണ് ചേരുന്നത്. മനോജ്, മനസാക്ഷിയുള്ളവർക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു ഫോൺ സംഭാഷണമാണത്. അത് ഈ സിയാദിന്റെ കുടുംബം പോലീസുകാരനുമായി സംസാരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ഈ സിയാദിന് അതിക്രൂരമായ മർദ്ദനം നേരിട്ടു എന്നുള്ള ഈ കുടുംബത്തിന്റെ ആരോപണം, അത് സാധൂകരിക്കുന്നതിന് ഉള്ള എന്തെല്ലാം തെളിവുകളാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്? അതായത് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്താണ്? യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് ഈ സിയാദിന്റെ മരണം സംഭവിച്ചത്? മരണകാരണം എന്താണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത്? മനോജ്, ജൂൺ 16 രാത്രിയിലാണ് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് സിയാദിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത്. അതായത് 13-കാരനായിട്ടുള്ള ഒരു കുട്ടിയെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പിറ്റേ ദിവസം ഈ കാണാനില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് തിരികെ വരികയും സിയാദിന് ഇതിൽ യാതൊരു പങ്കുമില്ലാതെ കണ്ട് പോലീസ് തിരിച്ചയക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ സിയാദിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ക്രൂരമായ മർദ്ദനത്തിൽ സിയാദിന്റെ നട്ടലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. വാരിയെല്ല് പൊട്ടുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. ഈ സിയാദിനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതും തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണം സംഭവിക്കുന്നതും. എന്നാൽ ഈ മരണത്തിന് കാരണമായത് പോലീസ് മർദ്ദനമാണ് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. ഗുരുതരമായിട്ടുള്ള ആരോപണവും അതോടൊപ്പം ഈ ഫോൺ സംഭാഷണങ്ങളുമാണ് പുറത്തു വരുന്നത്. ഈ കുണ്ടറ സൊസൈറ്റി മുക്ക് സിയാദാണ് മരിച്ചിരിക്കുന്നത്. സിയാദിന്റെ മകൾ കുണ്ടറ സ്റ്റേഷനിൽ തന്നെ ഒരു പോലീസുകാരുമായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. തന്റെ അച്ഛനെ ഇടിക്കരുതെന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ തന്റെ അച്ഛന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ ഇടിച്ചു എന്നുള്ള കാര്യമാണ് ആ കുട്ടി പറയുന്നത്. അത്തരത്തിൽ ഈ സിയാദിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാകൂ. പ്രാഥമികമായും ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഇത്തരത്തിൽ മർദ്ദനമേറ്റതിന്റെ ഭാഗമായി അസുഖം ഉണ്ടായതാണോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണവും പ്രതിഷേധവും ഈ കുണ്ടറ പോലീസിന് നേരെ ഉയർന്നു വരുന്നുണ്ട്. കുടുംബമാണ് ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ശരി മനോജ്, എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം നമുക്ക് ഈ എന്താണ് സിയാദിൻ്റെ മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ കുടുംബത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് അസുഖബാധിതനായിരുന്നു സിയാദ്. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായതെന്ന് കുടുംബം പറയുന്നു. എന്തായാലും ആ ഫോൺ സംഭാഷണം മനസാക്ഷിയുള്ളവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടു നിൽക്കാൻ പോലും കഴിയാത്തതാണ്. ആ കുഞ്ഞിനെ, അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സിയാദിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്.